ഭഗവാനും ഭക്തനും തമ്മിലുള്ള വലിയൊരു ബന്ധം എന്താ വെച്ചാൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് ഭഗവാന്റെ ഭക്തന്മാരാണ്. ഭക്തന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഭഗവാനാണ്. ഭക്തന്മാരോട് ചോദിക്കുക നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗുരുവായൂരപ്പനെ മതി പറയും. അതന്നെ ഭഗവാനും പറയുക, അങ്ങക്ക് എന്താ മോഹം, എൻ്റെ ഭക്തന്മാരുടെ കൂടെ ആവുക, അത്രയേ വേണ്ടൂ കൃഷ്ണ ഗുരുവായൂരപ്പ. കണ്ണ അങ്ങയുടെ കൂട്ടുകാരൻ ചിലപ്പോഴേ കല്ലും നെല്ലെന്ന് പറഞ്ഞ അവൽപ്പൊതി അവിടേക്ക് തരാണ്ടിരിക്കും. ദാരിദ്ര്യത്തിന്റെ ശീലയിൽ പൊതിഞ്ഞിട്ടുള്ളതാ അത്. വൈകുണ്ഠ സമാനായിട്ടുള്ള അങ്ങയുടെ കൊട്ടാരവും രാജപദവിയൊക്കെ കാണുമ്പോൾ ഇതെങ്ങനെയാ തരികയെന്ന് വിചാരിച്ചിട്ടാവും. തട്ടിപ്പറിച്ചോളണേ കണ്ണാന്ന് സുധാമാവിൻ്റെ പത്നി ദേവാരപ്പേരയുടെ മുമ്പിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. കണ്ണൻ ആ അവൽപ്പൊതി തട്ടിപ്പറിച്ച് വാരി വാരി ഉണ്ടു അവില്. മഞ്ജുള ഒരു മാലയും കെട്ടി ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വന്നു. നടയടച്ചു പോയില്ലേ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതൊരാലിൻ്റെ മുകളിൽ ചാർത്തി. കണ്ണാ സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ആ കണ്ണുനീര് കണ്ണൻ കാണാതിരുന്നില്ല. ഗജേന്ദ്രൻ അവസാനത്തെ താമര പൂ പറിച്ച് വെള്ളത്തിൽ മുങ്ങാൻ പോകുന്ന അവസാന നിമിഷം നാരായണാന്ന് വിളിച്ച് സമർപ്പിക്കുമ്പോൾ ഭഗവാൻ അത് വാരി സ്വീകരിച്ചു. ഭക്തനെ അടക്കാൻ സ്വീകരിച്ച പൂവ് മാത്രമല്ല, ഭഗവാൻ സ്വീകരിക്കാണ്ടിരിക്കുകയൊന്നുമില്ല. നമ്മുടെ വിളി ആത്മാർത്ഥാണെങ്കിൽ ഗുരുവായൂരപ്പാ എന്നുള്ള വിളിയിൽ അങ്ങേയറ്റത്തെ ഭക്തി ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ അത് സ്വീകരിക്കും. കൃഷ്ണ ഗുരുവായൂരപ്പ.